ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഓഫ് ഇന്ത്യ. നമ്മുടെ ഇന്ത്യയുടെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അതിൻ്റെ പ്രൈമറി പർപ്പസുമാണ് നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് വൺ ഇൻസാറ്റ്. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ നെയിമാണ് ഇൻസാറ്റ്. അതിൻ്റെ പ്രൈമറി പർപ്പസ് സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ അഥവാ വാർത്താവിനിമയം. നമ്മളെ ഇൻസാറ്റ് എന്നുള്ളത് വാർത്താവിനിമയത്തിനാണ് യൂസ് ചെയ്യുന്നത്. വാർത്താവിനിമയം മീൻസ് ഇംഗ്ലീഷിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ. നെക്സ്റ്റ് വൺ എജുസാറ്റ്. എജുസാറ്റ് മീൻസ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ. ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും രണ്ടിലും. ഫസ്റ്റ് EDU നിങ്ങൾക്ക് കാണുന്നുണ്ടാവും, അതുപോലെ ഇവിടെയും. അപ്പോൾ എജുസാറ്റ് എഡ്യൂക്കേഷൻ ആണെന്നുള്ളത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. തേർഡ് വൺ IRNSS നാവിഗേഷൻ ആണ്. നാവിഗേഷൻ മീൻസ് ഗതി നിർണയം. ഫോർത്ത് വൺ കാർട്ടോസാറ്റ്. കാർട്ടോസാറ്റ് ജിയോഗ്രഫിക്കൽ ഒബ്സർവേഷൻ, ഭൗമ നിരീക്ഷണം എന്ന് പറയും മലയാളത്തിൽ. ആസ്ട്രോസാറ്റിൻ്റെ പ്രൈമറി പർപ്പസ് പറയുന്നത് ആസ്ട്രോണമി ആൻഡ് ആസ്ട്രോഫിസിക്സ് റിസർച്ച്, അതായത് നമ്മളെ ജ്യോതിശാസ്ത്ര പഠനം എന്നൊക്കെ പറയും മലയാളത്തിൽ. നെക്സ്റ്റ് GSAT 7 എമിസാറ്റ്. ഇത് രണ്ടാണ്. GSAT 7 ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ നെയിമാണ്, എമിസാറ്റ് വേറൊന്ന്. അതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഡിഫെൻസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ ഇന്ത്യയിൽ നിന്ന് അയച്ച ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റും അതിൻ്റെ പർപ്പസുമാണ്. എക്സാമിന് എന്തായാലും ചോദിക്കും കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഈസി ആയിട്ട് തന്നെ നമുക്കിത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ദ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS. IRNSSൻ്റെ ഫുൾ ഫോം നോട്ട് ചെയ്യുക. ഈസ് എൻ ഇൻഡിജീനിയസ് റീജിയണൽ സാറ്റലൈറ്റ് നാവിഗേഷൻ സിസ്റ്റം ഡെവലപ്ഡ് ബൈ ഇന്ത്യ. ഇറ്റ് ഈസ് ദ ഇക്വാലൻ്റ് ടു GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അതായത് നമ്മളെ ഇന്ത്യ വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് നമ്മളെ IRNSS. അതായത് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം എന്നുള്ളതിൻ്റെ മലയാളമാണ് മിസ് പറഞ്ഞത്. അത് നിങ്ങൾ അത്ര നോക്കണ്ട. IRNSSൻ്റെ ഇംഗ്ലീഷിലല്ല, ഫുൾ ഫോം നോക്കിയാൽ മതി. ഇത് നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലേ, GPS ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ഈ IRNSS എന്ന് പറയുന്നത് നമ്മളെ GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണ്. നമ്മളെ GPS-ന് സമാനമായിട്ടുള്ള ഇന്ത്യൻ സംവിധാനമാണിത് കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക. IRNSS ഏതിൻ്റെയാണെന്ന് ചോദിച്ചാൽ GPS-ന് സമാനമായിട്ടുള്ളതാണ് IRNSS. ഇതാരാണ് ഡെവലപ്പ് ചെയ്തത്? നമ്മളെ ഇന്ത്യയാണ് ഡെവലപ്പ് ചെയ്തത് കേട്ടോ. അതും കൂടെ അവിടെ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് റോക്കറ്റ്സ്. റോക്കറ്റ്സ് ആർ ദ വെഹിക്കിൾസ് യൂസ്ഡ് ടു ലോഞ്ച് സാറ്റലൈറ്റ് ആൻഡ് സ്പേസ് ക്രാഫ്റ്റ് ഇൻ ടു സ്പേസ്. നിങ്ങൾക്കൊക്കെ അറിയുന്നുണ്ടാവും, നമ്മൾ യാത്ര ചെയ്യാൻ കാറ്, ബസ് ഇതുപോലുള്ള വെഹിക്കിൾസാണ് യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്പേസിലോട്ട് അയക്കണമെങ്കിൽ ഈ വാഹനങ്ങളൊന്നും പറ്റില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ റോക്കറ്റാണ് യൂസ് ചെയ്യുക. നമ്മൾ സ്പേസിലോട്ട് അയക്കാൻ റോക്കറ്റുകളാണ് യൂസ് ചെയ്യുക. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ISRO. It is the space agency responsible for planning and executing the space missions of our country. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നമ്മൾ സ്പേസിലോട്ട് പോകണമെങ്കിൽ ഒരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമുക്ക് പെട്ടെന്നൊന്ന് ഓടി ചെന്നിട്ട് പോകാൻ പറ്റിയൊരു സ്ഥലമല്ല. അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനുണ്ട്, എക്സിക്യൂട്ട് ചെയ്യാനുണ്ട്, അതായത് നടപ്പിലാക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെ ഇന്ത്യ ഒരു ഏജൻസിനെ ഉത്തരവാദിത്തമൊക്കെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ഏജൻസിൻ്റെ പേരാണ് ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. ഇതുപോലെ ഓരോ രാജ്യത്തിനും ഇതുപോലെ ഏജൻസി ഉണ്ട്. ആ ഏജൻസി ഓരോന്നിൻ്റെ നമുക്ക് പറയാം കേട്ടോ. അപ്പോൾ ഇന്ത്യൻ്റെത് ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷനാണ്, അഥവാ ISRO. അത് മറക്കരുത്. അപ്പോൾ ഈ ISRO ആണ് നമ്മളെ സ്പേസിലോട്ട് അയക്കുന്ന മിഷൻസൊക്കെ പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതൊക്കെ. പ്ലാൻ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും ISRO ആണെന്നുള്ളത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. നെക്സ്റ്റ് ഇന്ത്യാസ് സ്പേസ് റിസർച്ച് ഏജൻസി. നമ്മളിപ്പോൾ ഓൾറെഡി പറഞ്ഞു ISRO. ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. നമ്മളെ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഫാദറിൻ്റെ നെയിം വിക്രം സാരാഭായി ആണ്. നെക്സ്റ്റ് മിസ് ഓൾറെഡി പറഞ്ഞു അല്ലേ, നമ്മുടെ സ്പേസ് ഏജൻസി നമ്മളെ ഇന്ത്യൻ്റെത് ISRO ആണ്. അതുപോലെ ബാക്കിയുള്ള രാജ്യത്തിൻ്റെ നമുക്ക് നോക്കാം. USA ഏജൻസിൻ്റെ നെയിം നാസ, യൂറോപ്പിൻ്റെത് ESA, ജപ്പാൻ്റെത് JAXA, റഷ്യൻ്റെത് RSA, ചൈനൻ്റെത് CNSA. അത് നന്നായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. അതിലേറ്റവും കൂടുതൽ നമ്മൾ USA NASA. USA എന്ന് പറയുന്നത് നമ്മൾ അമേരിക്കയാണ്. അതും കൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക.
നെക്സ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ്. ദ ലോഞ്ചിങ് ഓഫ് റോക്കറ്റ് ഈസ് ഡൺ ഫ്രം സം സ്പെഷ്യൽ ഫെസിലിറ്റീസ്. നമുക്കറിയാം നമ്മളെല്ലാ വെഹിക്കിളിൻ്റെയും പോലെ യാത്ര ചെയ്യാൻ പറ്റിയൊരു സാധനമല്ല റോക്കറ്റ്. അതിനായിട്ട് പ്രത്യേകമായിട്ടുള്ളൊരു സ്ഥലമൊക്കെ വേണം അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം നമ്മളെ ഇന്ത്യൻ്റെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് എവിടെയൊക്കെയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ. 2 റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ആണ് തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കാം. ലൊക്കേറ്റഡ് ഇൻ തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റ് ഓഫ് കേരള. കേരളത്തിൽ തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മൾ തുമ്പ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താണ്? ഇന്ത്യാസ് ഫസ്റ്റ് റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ്. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഓൺ 21 നവംബർ 1963. 1963 നവംബർ 21 നമ്മളെ തുമ്പ സ്ഥാപിതമായിട്ടുള്ളത്. ഇനീഷ്യലി യൂസ്ഡ് ഫോർ ലോഞ്ചിങ് സൗണ്ടിങ് റോക്കറ്റ്. ആദ്യം ശബ്ദമുള്ള റോക്കറ്റുകളാണ് ഇവിടെ വിക്ഷേപിക്കാൻ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, 2 റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻസ് ആണ് നമ്മൾ പറഞ്ഞത്, അതായത് റോക്കറ്റ് അയക്കുന്ന സ്ഥലം. അപ്പോൾ ഈ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനിൽ ഫസ്റ്റ് വൺ തുമ്പയാണ്. നമ്മളെ കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ്, അതായത് നമ്മളെ ക്യാപിറ്റൽ സിറ്റി, നമ്മളെ തലസ്ഥാനമായിട്ടുള്ള അവിടെയാണ്. അപ്പോൾ ഈ ഓരോ ഫീച്ചേഴ്സും ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് നോട്ട് ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട. ആന്ധ്രാപ്രദേശ്. നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ 2ാമത്തെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷനാണ്. ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണത് സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാർട്ടഡ് ഓപ്പറേഷൻ ഇൻ ഒക്ടോബർ 1971. 1971 ഒക്ടോബറിലാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ദർ ആർ 2 ലോഞ്ച് പാഡ്സ്. 2 ലോഞ്ച് പാഡുകളാണ് ഇതിനുള്ളത്. പ്രൈമറി ലോഞ്ച് സെൻറ്റർ ഫോർ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ. നമ്മുടെ ISROയുടെ പ്രാഥമിക വിക്ഷേപണ കേന്ദ്രം കൂടെയാണ് നമ്മുടെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അപ്പോൾ നമ്മൾ 2 പറഞ്ഞു, തുമ്പയും സതീഷ് ധവാൻ സ്പേസ് സെൻറ്ററും. 2 നന്നായിട്ട് നോട്ട് ചെയ്യുക. അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഇയറും ശ്രദ്ധിക്കണം കേട്ടോ. നെക്സ്റ്റ് വിക്രം സാരാഭായ്, ഫാദർ ഓഫ് ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാം. നമ്മുടെ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഫാദറാണ് വിക്രം സാരാഭായ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് നന്നായിട്ട് നോട്ട് ചെയ്യണം. ബാക്കിയുള്ളത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി, പക്ഷേ ഇത് നന്നായിട്ട് നോട്ട് ചെയ്യണം കേട്ടോ. ഹി പ്ലേഡ് എ സോഷ്യൽ റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യ ഇൻഡിജിനിയസ് സ്പേസ് ടെക്നോളജീസ്. റെക്കഗ്നൈസിംഗ് ഹിസ് കോൺട്രിബ്യൂഷൻ, വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ VSSC in തിരുവനന്തപുരം ആൻഡ് ദെൻ ഓണർ ലാൻഡർ വിക്രം ഓഫ് ദ ചന്ദ്രയാൻ മിഷൻ ആർ നെയ്മഡ് ആഫ്റ്റർ ഹിം. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഇന്ത്യൻ സ്പേസ് പ്രോഗ്രാമിൻ്റെ ഫാദറാണ് വിക്രം സാരാഭായ് എന്നുള്ളതാണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വൺ സതീഷ് ധവാൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മളെ റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷൻ്റെ പേര് സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പേരാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സതീഷ് ധവാൻ വാസ് ദ ചെയർമാൻ ഓഫ് ISRO. നമ്മളെ ഇന്ത്യൻ്റെ ഏജൻസി ആയിട്ടുള്ള ISROയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ഹി ടുക്ക് ദ ലീഡർഷിപ്പ് റോൾ ഇൻ ഡെവലപ്പിംഗ് ഇന്ത്യാസ് യുണൈക്ക് സ്പേസ് ടെക്നോളജീസ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ ലൊക്കേറ്റഡ് ഇൻ ശ്രീഹരിക്കോട്ട ഈസ് നെയ്മഡ് സോ ഇൻ മെമ്മറി ഓഫ് ഹിം. അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കായിട്ടാണ് നമ്മളെ സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ എന്നുള്ള റോക്കറ്റ് ലോഞ്ചിങ് സ്റ്റേഷന് ആ പേര് വന്നത് കേട്ടോ. ഇദ്ദേഹത്തിൻ്റെ പേര് കൂട്ടിയിട്ടാണ് അതിന് വന്നിട്ടുള്ളത്. അപ്പോൾ ISROൻ്റെ ചെയർമാനാണ് എന്നുള്ളത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇതുവരെ നമ്മൾ സ്പേസിലോട്ട് പോയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞത്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് വോയേജസ് ടു ദ മൂൺ, നമ്മളെ ചന്ദ്രനിലേക്കുള്ള യാത്ര. അപ്പോൾ ദ മൂൺ ഈസ് ദ ഓൺലി അതർ സെലസ്റ്റിയൽ ബോഡി ഓൺ വിച്ച് ഹ്യൂമൻ ബീങ്സ് ഹാവ് ദെയർ ഫുട്ട് ഓൺ. മനുഷ്യന്മാരെ കാൽപാദം പതിഞ്ഞിട്ടുള്ള വേറൊരു ആകാശഗോളമാണ് നമ്മുടെ ചന്ദ്രന്. ദ അമേരിക്കൻസ് നീൽ ആംസ്ട്രോങ് ആൻഡ് എഡ്വിൻ ബസ് ആൾഡ്രിൻ were the first to land on the moon on 21 July 1969. 1969 ജൂലൈ 21 നമ്മളെ നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ബസ് ആൾഡ്രിനും മൈക്കൽ കൊളിൻസും നമ്മളെ ചന്ദ്രനിലേക്ക് പോയിട്ടുള്ളത്. ഇവർ അമേരിക്കക്കാരാണ് കേട്ടോ. ദ സ്പേസ് ക്രാഫ്റ്റ് അപ്പോളോ സെക്കൻഡ് ഓഫ് ദ അമേരിക്കൻ സ്പേസ് ഏജൻസി NASA വാസ് യൂസ്ഡ് ഫോർ ദിസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അമേരിക്കൻ്റെ ഏജൻസിൻ്റെ പേര് നാസയാണ്. നാസ അയച്ചിട്ടുള്ള അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റിലാണ് ഇവർ മൂണിലോട്ട് പോയിട്ടുള്ളത്. ദ ആസ്ട്രോണറ്റ് മൈക്കൽ കൊളിൻസ് ഓൾസോ അക്കമ്പനീഡ് ദം കൺട്രോളിങ് ദ ഫ്ലൈറ്റ് ഓഫ് ദ വെഹിക്കിൾ. നമ്മളെ മൈക്കൽ കൊളിൻസ് ആണ് ആ ഒരു വാഹനം ഓടിച്ചിരുന്നത്. അപ്പോൾ ഇവർ 3 പേരുമാണ്. ഇവരെ പേരിൻ്റെ കൂടെ ആളെ പേര് മൈക്കൽ കൊളിൻസിൻ്റെ പേര് കൊടുക്കാതിരിക്കാൻ കാരണം അദ്ദേഹമാണ് വാഹനം ഓടിച്ചിരുന്നത്, അതുകൊണ്ടാട്ടോ.
അപ്പോൾ നീൽ ആംസ്ട്രോങ്, എഡ്വിൻ ബസ് ആൾഡ്രിൻ, മൈക്കൽ കൊളിൻസ് 3 പേരാണ് ചന്ദ്രനിലേക്ക് പോയത്. ഇവരാണ് ആദ്യമായിട്ട് ചന്ദ്രനിൽ കാല് കുത്തിയത്. എന്നാണ് 1969 ജൂലൈ 21 അപ്പോളോ എന്ന് പറഞ്ഞിട്ടുള്ള സ്പേസ് ക്രാഫ്റ്റിലാണ് ഇവർ പോയിട്ടുള്ളത്. അപ്പോൾ ഈ സൈഡിലുള്ള ഈ 3 പേരാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇത് നെയിംസ് നന്നായിട്ട് ശ്രദ്ധിക്കുക. നെക്സ്റ്റ് സ്പുട്നിക് 1, ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ലോഞ്ച്ഡ് ബൈ ദ സോവിയറ്റ് യൂണിയൻ. ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൻ്റെ നെയിമാണ് സ്പുട്നിക് 1. ഇത് അയച്ചിട്ടുള്ളത് October 4, 1957. 1957 ഒക്ടോബർ 4 സ്പുട്നിക് 1 അയച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഹ്യൂമൻ മെയ്ഡ് സാറ്റലൈറ്റ് ടു ഓർബിറ്റ് എർത്ത്. നമ്മൾ മനുഷ്യർ അയച്ചിട്ടുള്ള ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആണ് കേട്ടോ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണെന്ന് ഓൾറെഡി പഠിച്ചു. ഹ്യൂമൻ മെയ്ഡ് ഡിവൈസസ് സെൻഡ് ടു സ്പേസ്. അതായത് നമ്മൾ മനുഷ്യർ നമ്മൾ ആവശ്യത്തിന് വേണ്ടി നിർമ്മിച്ച് സ്പേസിലേക്ക് അയച്ചതിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്നുള്ളത്. അപ്പോൾ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് സ്പുട്നിക് 1 ആണെന്നുള്ളത് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ള ഒരു ടേമാണ് വേൾഡ് സ്പേസ് വീക്ക്. ഏറ്റവും സിമ്പിളായിട്ട് പറഞ്ഞാൽ October 4 to October 10 ഇതാണ് വേൾഡ് സ്പേസ് വീക്കിൻ്റെ പീരീഡ്. അപ്പോൾ എന്താണ് ലോക ബഹിരാകാശ വാരം എന്ന് മലയാളത്തിൽ പറയും. The Space Week is observed to commemorate the launching of Sputnik 1 on 4th October 1957 and the signing of International Outer Space Treaty to use outer space only for peaceful purposes on 10th October 1967. October 4 മുതൽ October 10 വരെയാണ് നമ്മൾ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നത്. അതായത് വേൾഡ് സ്പേസ് വീക്കായിട്ട് ആചരിക്കുന്നത് October 4 to October 10 ആണ്. 1957 October 4 നമ്മൾ സ്പുട്നിക് 1 എന്ന് പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആയിട്ടുള്ള സ്പുട്നിക് 1 വിക്ഷേപിച്ചതിൻ്റെയും 1967 October 10 അന്തർദേശീയ ബഹിരാകാശ ഉടമ്പടി ഒപ്പുവെച്ചതിൻ്റെ ഓർമ്മക്കായാണ് ബഹിരാകാശ വാരം ആചരിക്കുന്നത്. ബഹിരാകാശത്തെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രം ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ വേൾഡ് സ്പേസ് വീക്ക് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ സ്പുട്നിക് 1 അയച്ചത് October 4 അന്ന് മുതൽ, അതുപോലെ അന്താരാഷ്ട്ര ഉടമ്പടി ഒപ്പുവെച്ചത് 1967 October 10 ആണ്. അപ്പോൾ ഈ ഒരു പീരിയഡ് ഓഫ് ടൈമാണ് വേൾഡ് സ്പേസ് വീക്കായിട്ട് നമ്മൾ ആചരിക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇന്ത്യാസ് ലൂണാർ മിഷൻസ്. അവർ നാഷണൽ കോണ്ടെക്സ് ലൂണാർ എക്സ്പ്ലോറേഷൻ മെഷീൻസ് ഇൻ ദ നെയിം ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. നമ്മുടെ ഇന്ത്യയുടെ പേരിലുള്ള ചാന്ദ്ര ദൗത്യങ്ങളാണിത്. നമ്മുടെ ഇന്ത്യ ചന്ദ്രനെ കുറിച്ച് മൂണിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അയച്ചിട്ടുള്ള 3 ദൗത്യങ്ങളാണ്. ഓരോന്നും നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കുക കേട്ടോ, ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് വൺ ചന്ദ്രയാൻ 1. ചന്ദ്രയാൻ 1 ഈസ് ദ ഫസ്റ്റ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ ഓഫ് അവർ നാഷൻ. നമ്മുടെ രാജ്യത്തിൻ്റെ ആദ്യത്തെ ചാന്ദ്ര പര്യവേഷണ ദൗത്യമാണ് നമ്മുടെ ചന്ദ്രയാൻ 1. ഇതെന്നാ അയച്ചിട്ടുള്ളത്? ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ October 22, 2008 ഫ്രം ശ്രീഹരിക്കോട്ട. ശ്രീഹരിക്കോട്ടയിൽ നിന്ന് October 22, 2008 ചന്ദ്രയാൻ 1 മൂണിലേക്ക് അയച്ചിട്ടുള്ളത്. ഇറ്റ് എൻറ്റേർഡ് ദ മൂൺസ് ഓർബിറ്റ് അറ്റ് ആൻ ഓൾട്ടിറ്റ്യൂഡ് ഓഫ് 100 kilometers ആൻഡ് കണ്ടക്റ്റഡ് സ്റ്റഡീസ് ഓഫ് ദ ലൂണാർ സർഫസ്. 100 കിലോമീറ്റർ ഉയരത്തിൽ നമ്മൾ ചന്ദ്രൻ്റെ ഭ്രമണപഥത്തിൽ പ്രവേശിച്ച് ചന്ദ്രൻ്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചന്ദ്രയാൻ 1 നമ്മൾ അയച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചന്ദ്രയാൻ 1 ആദ്യത്തേതാണ്. ഇയർ ശ്രദ്ധിക്കുക. നമ്മൾ ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ 100 കിലോമീറ്റർ ഉയരത്തിൽ പതിച്ച് അവിടെ പഠനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി ചന്ദ്രയാൻ 2. ഇറ്റ് ഈസ് ദ ഇന്ത്യാസ് സെക്കൻഡ് ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷൻ. നമ്മുടെ ഇന്ത്യൻ്റെ രണ്ടാമത്തെ ലൂണാർ എക്സ്പ്ലോറേഷൻ മിഷനാണ്. ലോഞ്ച്ഡ് ഓൺ July 22, 2019. 2019 ജൂലൈ 22 ഇത് അയച്ചിട്ടുള്ളത്. ഇറ്റ്സ് എ ഗോൾ വാസ് ടു സ്റ്റഡി ദ ഫീച്ചേഴ്സ് ഓഫ് റോക്സ് ആൻഡ് സോയിൽ ഓൺ ദ ലൂണാർ സർഫസ്. നമ്മുടെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള സോയിലിൻ്റെയും മണ്ണിൻ്റെയും അതുപോലെ റോക്ക് പാറയുടെയൊക്കെ സവിശേഷതകൾ, അതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെ ചന്ദ്രയാൻ 2 നമ്മുടെ മൂണിലേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ എയിം അല്ലെങ്കിൽ മെയിൻ ഗോള്, ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സ്റ്റഡി റോക്ക് ആൻഡ് സോയിൽ, ഫീച്ചേഴ്സ് ഓഫ് റോക്ക് ആൻഡ് സോയിൽ. നമ്മുടെ ചന്ദ്രൻ്റെ ഉപരിതലത്തിലുള്ള പാറൻ്റെയും മണ്ണിനെയൊക്കെ പറ്റിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഇനി ചന്ദ്രയാൻ 3 ആണ്. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മിഷൻ ടു ലാൻഡ് ഓൺ ദ സൗത്ത് പോൾ ഓഫ് ദ മൂൺ. ചന്ദ്രൻ്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറക്കിയ ആദ്യത്തെ ദൗത്യമാണ് നമ്മുടെ ചന്ദ്രയാൻ 3. ഇറ്റ് വാസ് ലോഞ്ച്ഡ് ഓൺ July 14, 2023. 2023 ജൂലൈ 14 ഇത് അയച്ചത്. ഇറ്റ് ലാൻഡഡ് ഓൺ ദ ലൂണാർ സർഫസ് ഓൺ August 23, 2023.
2023 ഓഗസ്റ്റ് 23-നാണ് നമ്മൾ ചന്ദ്രയാൻ 3 മൂണിലെത്തിയിട്ടുള്ളത്. ദ റോവർ സെപ്പറേറ്റഡ് ഫ്രം ഇറ്റ് റോംഡ് ഓൺ ദ ലൂണാർ സർഫേസ് ആൻഡ് കണ്ടക്റ്റഡ് എക്സ്പെരിമെൻറ്റ്സ്. റോവർ അതിൽ നിന്ന് വേർപെട്ട് ചന്ദ്രൻ്റെ ഉപരിതലത്തിൽ കറങ്ങി പരീക്ഷണങ്ങൾ നടത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ത്യ അയച്ചിട്ടുള്ള 3 ലൂണാർ മിഷൻസാണ് ചന്ദ്രയാൻ 1, ചന്ദ്രയാൻ 2, ചന്ദ്രയാൻ 3. മൂന്നും അതിൻ്റെ ഓരോന്നിൻ്റെ ഫീച്ചേഴ്സും നന്നായിട്ട് പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് അതർ ഇന്ത്യൻ പ്രൊജക്ട്സ്. അപ്പോൾ 3 മിഷൻസ് ഉണ്ട്, അതിൻ്റെ ഒബ്ജക്റ്റീവ്. അപ്പോൾ നമ്മൾ ഇന്ത്യൻ്റെ മറ്റ് പദ്ധതികളാണ് കേട്ടോ, വേറെയുള്ള പ്രൊജക്റ്റുകളാണ് ഇത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഓരോന്ന് എക്സാമിന് ചോദിക്കാറുണ്ട്. ആ ചിത്രം കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. ഫസ്റ്റ് വൺ മംഗൾയാനാണ്. മിഷൻ്റെ പേര് മംഗൾയാൻ. മംഗൾയാൻ്റെ ലക്ഷ്യം എന്താ, എന്ത് പഠിക്കാനാണ്? മാസ് എക്സ്പെഡിഷനാണ്. നമ്മളെ ചൊവ്വ പര്യവേഷണം, ചൊവ്വനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ടാണ് മംഗൾയാൻ അയച്ചിട്ടുള്ളത്. സിമ്പിളാണ്. മംഗൾയാൻ മാസ് രണ്ടും എമ്മിലാണ് തുടങ്ങുന്നത് എന്നുള്ളത് നോക്കി വെച്ചാൽ മതി. ആ പിക്ചറും കൂടെ ഒന്ന് മൈൻഡിൽ വെക്കുക കേട്ടോ. ആദിത്യ L1 സോളാർ എക്സ്പെഡിഷൻ, സൗര പര്യവേഷണം. സോളാർ എക്സ്പെഡിഷനാണ് ആദിത്യ L1. തേർഡ് വൺ ഗഗൻയാൻ, പിക്ചർ നോക്കുക, സ്പേസ് എക്സ്പെഡിഷൻ, ബഹിരാകാശ പര്യവേഷണം. ഇതാണ് നമ്മളെ ഇന്ത്യൻ്റെ ബാക്കിയുള്ള പ്രൊജക്റ്റുകൾ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ചാപ്റ്റർ ഫിനിഷ് ആയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇതിൻ്റെ ആദ്യത്തിൽ നമ്മൾ 3 കോൺസ്റ്റലേഷൻ്റെ നെയിം പഠിച്ചിട്ടുണ്ട്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ പിക്ചറും ആൻഡ്രോമെഡ, ഹണ്ടർ, സപ്തർഷി. ഹണ്ടറിന് ഒറിയോൺ എന്നുള്ള പേര് പറയും. അത് നന്നായിട്ട് ശ്രദ്ധിക്കുക. അതിൻ്റെ ഓരോ ഫീച്ചേഴ്സും ഏത് ടൈമിലാണ് കാണുന്നത്, ഇതൊക്കെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി ചാപ്റ്റർ ഫിനിഷായി.